സ്വാതൻ ഡെന്നീസ്, ഇന്ന് ഞാൻ കത്തുമായിട്ടല്ല വന്നിരിക്കുന്നത്, ചെറിയൊരു ചോദ്യവുമായിട്ടാണ്. നമ്മളിപ്പോൾ പലപ്പോഴും തൊഴിൽ സംബന്ധമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവണം, അതുപോലെ തന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി വേണം, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളൊരു വാസ്തു സംബന്ധമായിട്ട് തൊഴിൽ അഭിവൃദ്ധിക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമ്മൾ നേരത്തെ ഉള്ള എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു വീട് എടുക്കുമ്പം നമുക്ക് അതിനകത്ത് തൊഴിലിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് പ്ലോട്ട് എടുത്താലും വീടെടുത്താലും റൂം എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. അതിനെ നമ്മൾ 8ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കോർണർ എന്ന് പറയുന്നത് തൊഴിലിൻ്റെ ഭാഗമാണ്. ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഈസ്റ്റ് ദർശനമായിട്ടുള്ള വീടാണെന്ന് വെച്ചോ, ഈസ്റ്റ് ദർശനമായിട്ടുള്ള വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അതിൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത്. ആ ഭാഗത്തെ ഒന്നുകിൽ ആ വടക്ക് പടിഞ്ഞാറ് കോർണർ മിസ്സിങ് കോർണറായിട്ട് വരികയോ അല്ലെങ്കിൽ അവിടെ സെപ്റ്റി ടാങ്ക് വരികയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഈസ്റ്റ് ദർശനമായിട്ടുള്ള വീട്ടുകാർക്ക് ചിലപ്പോൾ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം. പടിഞ്ഞാറോട് ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് മൂലയാണ്. അപ്പം തെക്ക് കിഴക്ക് മൂല മിസ്സിങ് ആവുകയോ അവിടെ സെപ്റ്റി ടാങ്കോ അല്ലെങ്കിൽ വെള്ളക്കെട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറോട് ദർശനമുള്ള ആൾക്കാർക്കും വീട് വെച്ച് താമസിക്കുന്ന ആൾക്കാർക്കും തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ കോർണറുകൾ മിസ്സിങ് ആയിട്ടില്ല എന്നോ ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ഇതേ തൊഴിൽ മേഖല ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുപോലെ കിഴക്കുടക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ആ കോർണറൊക്കെ മിസ്സിങ് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ വേറെ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വരാം. പിന്നെ ഫെങ്ഷുവി അനുസരിച്ച് നമ്മുടെ വീടിൻ്റെ മെയിൻ ഭാഗം വാതിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൻ വാതിലിൻ്റെ മുന്നിലായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്നേക്ക് പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഓർക്കിഡുകൾ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല ബന്ദിപ്പൂ ഉണ്ടല്ലോ, നല്ല ബന്ദിപ്പൂകൾ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗം കുറച്ചുകൂടി എനർജൈസ് ആവും. ഇപ്പോൾ ഓർക്കിഡോ അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി പവർഫുള്ളാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വാതിലിന് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മെയിൻ വാതിൽ കയറി നമ്മുടെ ഹാളെന്ന് പറയുന്ന ഭാഗത്ത് വരുമ്പോഴും അതിൻ്റെ തൊഴിൽ മേഖല നമ്മൾ ഇതുപോലെ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് എനർജൈസ് ചെയ്യണം. കൂടാതെ അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമുക്കൊരു ചൈനീസ് ബാമ്പുവോ അല്ലെങ്കിൽ ജെറ്റ് പ്ലാന്റുകളോ ഇതൊക്കെ വെച്ചിട്ട് നമുക്കതിനെ എനർജൈസ് ചെയ്ത് കഴിയുമ്പോൾ തൊഴിൽ മേഖല ഇമ്പ്രൂവ്മെൻ്റ് ആവും. പിന്നുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ചൈനീസ് ബാമ്പു എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ഭാഗവും നമ്മൾ എനർജൈസ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ തൊഴിൽ മേഖല ഏത് ഭാഗത്താണോ ആ ഒരു ഭാഗത്തെ പഞ്ചഭൂതങ്ങൾ എന്താണോ അതിനെയും നമ്മൾ എനർജൈസ് ചെയ്യുക. പക്ഷേ ബെഡ്റൂമിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ പ്ലാന്റുകൾ വെക്കില്ല. അപ്പോൾ പ്ലാന്റ് ആണ് ആ പഞ്ചഭൂതമായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച കളറിലുള്ള കളറുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റുകൾ കൊടുക്കാൻ പറ്റും ആർട്ടിഫിഷ്യലായിട്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് എനർജി ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫെങ്ഷുവിലൊരു കാര്യമുണ്ട്, വലിയ പ്ലാന്റുകൾ വെക്കുന്നതും ചെറിയ പ്ലാന്റ് വെക്കുന്ന സ്ഥലമുണ്ട്. അപ്പം ഇത് തമ്മിൽ മാറിപ്പോകരുത്. കാരണം വെച്ചാൽ അത് വാസ്തു അറിയാവുന്ന ഒരാളെ വിളിച്ച് കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ തന്നെ ചെയ്യുമ്പം ആ ഒരു പഞ്ചഭൂതങ്ങളെ എനർജൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടും. പിന്നെ വേറെ കാര്യം എന്നറിയാം, നമ്മുടെ ഒരു ബെഡ്റൂം എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഇപ്പം നമ്മളൊരു കോമ്പസ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈസ്റ്റും വെസ്റ്റും നമ്മൾ കണ്ടുപിടിക്കുമ്പം നല്ല ചരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം നമ്മുടെ ബാക്കിയുള്ള ഡയറക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇപ്പം എന്നറിയാം, ഇപ്പം ഫയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ചിലപ്പം സൗത്ത് ഏരിയ ആണ് വരുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റിലോട്ട് നമ്മൾ മാറിപ്പോയാൽ ആ രണ്ട് പഞ്ചഭൂതങ്ങളും ചിലപ്പോൾ രണ്ടായിട്ട് പോകും. അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മൾ വെച്ചത് തെറ്റാണെന്ന് മനസ്സിലാക്കണം. കാരണം വെച്ചാൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തൊഴിൽ മേഖലയിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും. പിന്നെ ചില വീടുകളുടെ ദർശനം എന്ന് പറയുന്നത് ചിലപ്പം വഴിമുട്ടുള്ള ഏരിയയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയുക പാറയുള്ള ഏരിയകളോ മറ്റെന്തെങ്കിലുമൊക്കെ ശൂലമുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെങ്ഷുയുടെ തന്നെ എലമെൻസുകൾ പക്വമർന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് വീടിനെ വെളിയിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന നെഗറ്റീവിനെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് വിടാൻ പറ്റും. അപ്പം വീടിനകത്തോട്ട് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി മാത്രമേ ഉണ്ടാവൂ. ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട്